ഹായ് നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ചെറിയൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്താവേ. നമ്മുടെ ലാസ്റ്റ് ഘട്ടം 10th പ്രിലിംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ടിട്ട് നൽകിയിരിക്കുന്നതിൽ ഉചിതമായിട്ടുള്ള അല്ലെങ്കിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഒരു 3 പ്രസ്താവന തന്നിട്ടുണ്ട്. 1. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായിട്ട് ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല. 2. താൽക്കാലികവും സമയബന്ധിതവുമായിട്ട് പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിത്. 3. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ ഈ 3 പ്രസ്താവന ഗിഗ് പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ടിട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനയാണ്. ഇതിന് ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടുപിടിക്കാൻ വേണ്ടി, അതായത് നമ്മുടെ 10th പ്രിലിംസിൽ 4ാം ഘട്ടത്തിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആയത്. ഈ ക്വസ്റ്റ്യന് എവിടുന്നാ വന്നതെന്ന് അറിയാം നിങ്ങൾക്ക്? നമ്മുടെ പുതിയ SCRTയിലെ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പക്ഷെ പലരും എന്ത് ചെയ്തിട്ടില്ല, ഇതിന്റെ ആൻസർ എഴുതാൻ സാധിച്ചിട്ടില്ല. അപ്പോ നമ്മള് പുതിയ SCRT പഠിക്കേണ്ട ഒരു ആവശ്യകതയാണ് ശരിക്കും ഈ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് മനസ്സിലായിരിക്കുന്നില്ല. ഇതുപോലെ തന്നെ വേറെ ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തി എന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ ഉൾപ്പെടും എന്ന് ചോദിച്ചിട്ട്, അതും ഏത് തന്നെയായിരുന്നു? നമ്മുടെ SCRT എന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന്റെ ആൻസർ ഞാൻ കാണിച്ചു തരാം, SCRTയിൽ എവിടെയുള്ളത് എന്നുള്ളത്. ഇത് കണ്ടോ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികള് സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഒരു ഗിഗ്സ് തൊഴിലാളികളെ നിർവഹിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. പരമ്പരാഗത തൊഴിലുടമ തൊഴിലാളി ബന്ധങ്ങൾക്ക് പുറത്തുള്ള ഒരു തൊഴിൽ ക്രമീകരണത്തിൽ പങ്കെടുക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യുന്ന വ്യക്തിയെയാണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്ന് പറയുന്നത്. ഇതിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായിട്ട് ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നു. ഇവിടെയാണ് ക്വസ്റ്റ്യനിൽ മാറ്റം വരുത്തി അവരെന്ത് ചെയ്തു? ഏർപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് നൽകി. രണ്ടാമത്തെ പ്രസ്താവന എന്താ? താൽക്കാലികവും സമയബന്ധിതവുമായിട്ട് പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിത്. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു. താല്പര്യമുള്ള മേഖലകളിൽ ഇവർക്ക് കഴിവുകൾ പരീക്ഷിക്കാൻ അവസരം ലഭിക്കുന്നു. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഇന്ന് സമ്പദ്ഘടനയുടെ ഒരു പ്രധാന ഭാഗമായിട്ട് മാറിയിരിക്കുന്നു. ഫ്രീലാൻസർമാർ, സ്വതന്ത്ര കോൺട്രാക്ടർമാർ, വിവിധ ഓൺലൈൻ ഭക്ഷ്യവിതരണ തൊഴിലാളികൾ, ഡ്രൈവർമാർ തുടങ്ങിയ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ഇവർക്ക് ഉദാഹരണമാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ 10th പ്രിലിംസിന് റാങ്ക് മേക്ക് ചെയ്യുന്ന രീതിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പൊ ഇതൊക്കെ ചോദിച്ചിരിക്കുന്നത് പുതിയ SCRTയിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ പുതിയ SCRT ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ജസ്റ്റ് വായിച്ചു തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് 7ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രമാണ് നോക്കുന്നത്. ഇപ്പൊ മാറ്റം വന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് 5ാം ക്ലാസ്സിൽ മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ 7ാം ക്ലാസ്, 9ാം ക്ലാസ്, ഈ 3 ക്ലാസ്സുകളിലാണ് പുതിയ SCRT വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് നോക്കുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. ഇതിൽ നമുക്ക് ആദ്യം നോക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് 7 ചാപ്റ്ററാണുള്ളത്. ഇതിൽ നമുക്ക് മധ്യകാല ഇന്ത്യ നമ്മുടെ സിലബസ് പറയുന്നില്ല. മധ്യകാല 2ഉം വെട്ടിക്കഴിഞ്ഞാൽ 3ാമത്തെ ചാപ്റ്ററാണ് ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന് പറയുന്നത്. ഈ ചാപ്റ്റർ തൊട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? SCRT നോക്കും. നമ്മുടെ സിലബസ് പ്രകാരം നോക്കുന്നുള്ളൂ, എല്ലാ ചാപ്റ്ററും നോക്കുന്നില്ല. ഭരണഘടന വഴിയും വഴികാട്ടിയും. അപ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് ജസ്റ്റ് നോക്കിയാലോ. നമ്മൾ ഭരണഘടന നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ആദ്യം തന്നെ ഉള്ളത് ഭരണഘടനയുടെ ആമുഖം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആമുഖത്തിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? PSC ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നോക്കിയോ. ഭാരതത്തിലെ ജനങ്ങളായ നാം, ഇവിടെ തന്നെ ഒരു ക്വസ്റ്റ്യനാ കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാ ആരംഭിക്കുന്നത്? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് കേട്ടോ. എന്താ? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ് എന്ത് ചെയ്യുന്നത്? ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത്. അതുപോലെ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് സംവിധാനം ചെയ്യുകയും അതിലെ പൗരന്മാർക്കെല്ലാം, ഇവിടെയും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ? പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്ക്. അതായത് നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആമുഖപരമായിട്ട് എങ്ങനെയാന്ന് ചോദിച്ചാൽ പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇത് ഓർത്തു വെക്കാൻ നമ്മൾ എന്ത് പറയാറുണ്ട്? പസമ ജെറി എന്നല്ലേ, പസമ ജെറി എന്ന് ഓർത്തു വെക്കാറുണ്ട്. പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഏത്? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഏത് പ്രകാരം? ആമുഖം പ്രകാരം. ഇന്ത്യ എന്താണ്? ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇവിടെ പഠിക്കാൻ വേറെ കാര്യം കൂടിയുണ്ട്. നമ്മൾ 1950 ജനുവരി 26 മുതലാണ് എന്ത് ചെയ്യുന്നത്?
ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുന്ന അല്ലെ, അന്ന് നിലവിൽ വരുന്ന സമയത്ത് എന്തില്ല, ഈ സ്ഥിതി സമത്വവും മതേതരത്വവും ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് എന്ത് ചെയ്തതാ, കൂട്ടിച്ചേർത്തതാ. ഈ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായിരുന്നു ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഈ സ്ഥിതി സമത്വവും മതേതരത്വം എന്ത് ചെയ്താന്നറിയോ, പിന്നീട് കൂട്ടിച്ചേർത്തതാ കേട്ടോ. ഈ സ്ഥിതി സമത്വവും മതേതരം എന്താണ്, പിന്നീട് കൂട്ടിച്ചേർത്തതാ. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഏതേ ഉണ്ടായിരുന്നുള്ളൂ, പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ എന്തുണ്ട്, സ്ഥിതി സമത്വവും മതേതരത്വവും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് ഏത് വർഷമാണ് കൂട്ടിച്ചേർത്തത്, 1976 1976 42ാം ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്ഥിതി സമത്വവും മതേതരത്വവും കൂട്ടിച്ചേർക്കുന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. ഇത് നിലവിൽ വന്നത് പിന്നെ 1976 എന്ത് ചെയ്യുന്നത്, ഭേദഗതി ചെയ്തതെങ്കിലും ജനുവരി 3 മുതലാണ് 1977 ജനുവരി 3 മുതലാണ് എന്ത് നിലവിൽ വരുന്നത്, ഈ പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നത് നിലവിൽ വന്നതെന്ന കാര്യം കൂടി ഓർത്തു നോക്കുക. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ പഠിച്ചു, ഇവിടെ 2 വരിയെ നമ്മൾ വായിച്ചുള്ളൂ. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ പഠിച്ചു, ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാ, ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ്. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ്. ഭാരതത്തെ എന്തായിട്ട് പറയുന്നുണ്ട് ആമുഖത്തില്, ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ടാണ് എവിടെ പറയുന്നത്, നമ്മുടെ ആമുഖത്തിൽ പറയുന്നത്. അതുപോലെ ഇതാ പിന്നീട് വേറെ ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന നീതികൾ ഏതൊക്കെയാണ്, ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന നീതികൾ ഏതൊക്കെയാ, സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി, അങ്ങനെ 3 തരത്തിലുള്ള നീതികളെ കുറിച്ച് എവിടെ പറയുന്നുണ്ട്, ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട്. ഏതൊക്കെയാ, സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള 3 നീതികളെ കുറിച്ച് എവിടെ പറയുന്നുണ്ട്, നമ്മുടെ ആമുഖത്തിൽ പറയുന്നുണ്ട്. പിന്നെ എന്താ ഉള്ളത്, ചിന്തക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠക്കും ആരാധനക്കുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പദവിയിലും അവസരത്തിലുമുള്ള സമത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്, ഇവിടെ ഒരു അമെന്റ്മെന്റ് നടന്നിട്ട് കൂട്ടിച്ചേർത്തതാണ്, വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്താനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ. ഇവിടെ ഈ രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്ന് കണ്ടോ നിങ്ങൾ, ഇത് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് രാഷ്ട്രത്തിന്റെ ഐക്യവും എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് എന്ത് ചെയ്തു, രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയുമെന്ന് കൂട്ടിച്ചേർത്തു. ഏത് വർഷം, ഇതേ വർഷം തന്നെ 1976 42ാം ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്തു. രാഷ്ട്രത്തിന്റെ ഐക്യം എന്നുള്ളതിന് പകരം എന്ത് ചെയ്തു, രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റിയ ഭേദഗതി ചിലപ്പോൾ ചോദിക്കാം. ഏതാ, 42ാം ഭേദഗതിയാണ്. വർഷം ഏതാ, 1976 കാര്യം കൂടി ഓർത്തു വെക്കുക. പിന്നെ ഏതാ, ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി എന്ന് ചോദിച്ചിട്ടുണ്ട്. PS എത്രയോ തവണ ചോദിച്ചേതാ, 1949 നവംബർ 26. ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതിയാണേത്, 1949 നവംബർ 26. എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആമുഖവുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാം PYQ കേട്ടോ. PS ഇഷ്ടം പോലെ തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഭരണഘടന ആമുഖവുമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഇതായിരുന്നു, ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാ, ഭാരതത്തിലെ ജനങ്ങളായ നാം. എന്താ, ഭാരതത്തിലെ ജനങ്ങളായ നാം. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഓർത്ത് വെക്കണേ നിങ്ങൾ. അപ്പൊ നമുക്ക് 3ാമത്തെ ചാപ്റ്റർ അതിലേക്ക് പോയാലോ. ഭരണഘടന വഴിയും വഴികാട്ടിയും. ഭരണഘടന വഴിയും വഴികാട്ടിയും. ഇവിടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്, ഗാന്ധിജി എടുത്ത്, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർത്തത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനക്കായിട്ട് ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാക്കുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കാണ് എന്റെ പരിശ്രമം.
തൊട്ടുകൂടായ്മയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ, പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ തന്നെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ഏതില യങ് ഇന്ത്യ പത്രത്തിലൂടെയാണ്, അല്ലെങ്കിൽ യങ് ഇന്ത്യ മാസികയിലൂടെയാണ് അദ്ദേഹം പറഞ്ഞത്, 1931 യങ് ഇന്ത്യ. അപ്പോ ഈ കോട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, രക്ഷാകർത്തൃത്വങ്ങളിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായിട്ട് ഞാൻ പരിശ്രമിക്കും എന്ന് തുടങ്ങുന്ന വാക്ക് ആരുടെ വാക്കാണെന്ന് ചോദിക്കാം. ആരതാ? മഹാത്മാഗാന്ധിയുടെ വാക്കാണ് എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് താഴോട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തൊക്കെ ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് ഗാന്ധിജി ആഗ്രഹിച്ചത്? ഒന്ന്, പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി. SCRT ഉള്ളത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ ഏതൊക്കെ ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചത് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാ? പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി. പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി എന്നിവ ആരാഗ്രഹിച്ചു? മഹാത്മാഗാന്ധി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇത് അവിടെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ഏത്? ചോദിക്കാം. ഏതാ? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. ഓർത്തു വെച്ചോ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ചോദിച്ചാൽ ഏതാ? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ സൈനികർ. ആരൊക്കെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരെന്നാണ്? സൈനികര്, ഗോത്രവർഗക്കാര്, രാജാക്കന്മാര്, പ്രഭുക്കന്മാര്, കർഷകർ തുടങ്ങിയ നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത്. ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയ ബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. ഇതൊക്കെ നമ്മൾ 10th മെയിൻസിന് എന്ത് ചെയ്യാം? നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റിയ എല്ലാ ഭാഗങ്ങളും ഇതിലുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ ഓർത്തു വെച്ചോ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമാണേത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ആരൊക്കെ അതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ചോദിച്ചാല് സൈനികര്, ഗോത്രവർഗക്കാര്, രാജാക്കന്മാര്, പ്രഭുക്കന്മാര്, കർഷകര് അങ്ങനെ തുടങ്ങിയ നിരവധി ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ഇത് എന്തിന് വഴിതെളിയിച്ചു? ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയിട്ടുള്ള ദേശീയ ബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. ഓർത്തു വെച്ചിട്ട് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. ദേശീയ ബോധം വളർത്തുന്നതിന് ഒന്നാം സ്വാതന്ത്ര്യ സമരം സഹായകമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ? ശരിയാണ്, സഹായകമായിട്ടുണ്ട്. ഇനി ദേശീയ ബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. അപ്പോ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലൂടെ എന്ത് ചെയ്തു? ദേശീയ ബോധം വളർന്നു. ഈ ദേശീയ ബോധം ശക്തിപ്പെട്ടതോടെ എന്ത് ചെയ്തു? വൈദേശിക ആധിപത്യത്തിനെതിരെ അല്ലെങ്കിൽ വിദേശ ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എന്ത് ചെയ്തു? പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. ഇന്ത്യൻ അസോസിയേഷൻ, ഓർത്തു വെച്ചു. ഒന്നിതാ ഇന്ത്യൻ അസോസിയേഷൻ, 2 മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവ ചില ഉദാഹരണങ്ങളാണ്. പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളില് നിന്ന് വിഭിന്നമായിക്കൊണ്ട് ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ്. അപ്പം ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഏത് വർഷമായി INC രൂപീകൃതമായത്? 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നത്? രൂപീകൃതമാകുന്നത് 1885 ഡിസംബർ 28 എന്ത് ചെയ്യുന്നത്? INC രൂപീകൃതമാകുന്നത്. അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കൊരു സംഘടിത മാനം കൈവന്നു. അപ്പോൾ INC വന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കൊരു സംഘടിത സ്വഭാവം കൈവരിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായിട്ട് ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോൾ ഓർത്തു വെച്ചോ. തന്നിരിക്കുന്നതിൽ INCയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏത്? ചോദിക്കാം. INCയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ഇന്ത്യയിലെ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക? അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ജാതിമത പ്രാദേശിക
ചിന്തകൾക്ക് അതീതമായിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു ദേശീയ ബോധം വളർത്തുക, ഇതൊക്കെയായിരുന്നു ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ പ്രാദേശിക പ്രസ്ഥാനമായാലും ദേശീയ പ്രസ്ഥാനമായാലും ഒക്കെ ലക്ഷ്യങ്ങൾ എന്തെന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത് ഇതായിരുന്നു. ഇനി എന്താ പറയുന്നത്, വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ഓർത്തു വെച്ചോ, ഈ ലക്ഷ്യങ്ങളൊക്കെ ഓർത്തു വെക്കണേ നിങ്ങൾ. വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമായിരുന്നില്ല, വേറെന്തായിരുന്നു, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. എന്തെന്ന്, വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്ന് മാത്രമല്ല, എന്തായിരുന്നു, മെച്ചപ്പെട്ടൊരു സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം എന്ത് ചെയ്യുക ഓരോ ഇന്ത്യക്കാരനും ലഭ്യമാക്കുക എന്നതും. ഇനി സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും മിത തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ഒരു ബഹുജന സ്വഭാവം കൈവന്നത്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കണം. ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് എന്ത് ചെയ്തത്, ഒരു ബഹുജന സ്വഭാവം കൈവന്നത്. ഇതൊക്കെ നമ്മൾ ഒരു പ്രസ്താവന രൂപത്തിൽ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ഒരു ബഹുജന സ്വഭാവം കൈവന്നത്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. ഇനി എന്താ പറയുന്നത്, ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചു. ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്. അപ്പോൾ എന്താണ് ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചതെന്ന് ചോദിച്ചാൽ, ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് ഭരണഘടനയുടെ അടിത്തറയാകേണ്ടെന്ന് ആര് ആഗ്രഹിച്ചു, നമ്മുടെ ദേശീയ നേതാക്കൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ ഒരാൾ നമ്മുടെ ഇന്ത്യയുടെ പതാകയൊക്കെ പിടിച്ചിട്ട് ചെറിയ ചിത്രമുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ച ഘടകങ്ങൾ? ഒന്ന്, മതസൗഹാർദ്ദം വേണമായിരുന്നു, സാഹോദര്യം, ജനാധിപത്യം, ക്ഷേമരാഷ്ട്രം, നീതി, മതനിരപേക്ഷത, തുല്യത, എല്ലാവർക്കും സ്വാതന്ത്ര്യം. ഇതൊക്കെ എന്തായിരുന്നു നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ച ഘടകങ്ങളാണ്, അല്ലെങ്കിൽ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ച കാര്യങ്ങളാണ്. ഏതൊക്കെയാ? മതസൗഹാർദ്ദം, സാഹോദര്യം, ജനാധിപത്യം, ക്ഷേമരാഷ്ട്രം, നീതി, മതനിരപേക്ഷത, അതേപോലെ തുല്യത, എല്ലാവർക്കും സ്വാതന്ത്ര്യം. ഇതൊരു പോയിന്റ് ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ? വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം. നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭരണഘടനയിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊക്കെയാ? വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം, പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം, എല്ലാ മതങ്ങൾക്കും എന്ത് ചെയ്യണം, തുല്യ പ്രാധാന്യം നൽകണം, സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. ഈ പോയിന്റ് നിങ്ങൾ ഓർത്തു വെച്ചോ. വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം, പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം, സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. ഇതൊക്കെയായിരുന്നു എന്ത്, നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ച ഘടകങ്ങളെന്ന് പറയുന്നത്. കുട്ടിയുടെ ഒരു സംശയമുണ്ട്, അത് നമുക്കുണ്ടാകേണ്ട സംശയമാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുകയും ചെയ്യും. നോക്കിക്കോ, ഭരണഘടനയെ മുൻഗാമി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. അപ്പോൾ സ്വാതന്ത്ര്യം നേടിയിട്ട് 2.5 വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെയും ഭരണഘടനയുടെയും നിയമം എന്നാണ് ചോദിച്ചത്. അതായത് നമ്മൾ എന്നാ സ്വതന്ത്രമാകുന്നത്? 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന വന്നു. അന്ന് മുതലാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നത്, അല്ലെ? അപ്പൊ 47 ഓഗസ്റ്റ് 15 മുതൽ 50 ജനുവരി 26 വരെ ഇന്ത്യയിൽ ഭരണഘടന ഇല്ല, അല്ലെ? ഭരണഘടന ഇല്ല. അപ്പൊ ഏത് ഭരണഘടനാ നിയമപ്രകാരമായിരിക്കും, അല്ലെങ്കിൽ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ത്യ മുന്നോട്ട് പോയത്? ഇതായിരുന്നു കുട്ടിയുടെ ഒരു സംശയം എന്ന് പറയല്ലേ. അതിന് ഉത്തരവും ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക് ആയിട്ട് മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. അതായത് നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായത് 1947 ഓഗസ്റ്റ് 15 അതുമുതൽ 1950 ജനുവരി 26 വരെ ഇന്ത്യ പിന്തുടർന്ന നിയമസംഹിത എന്ന് പറയുന്നത് റിപ്പബ്ലിക് ആയിട്ട് മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്ന നിയമസംഹിത ഏതാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക് ആയിട്ട് മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നു. അപ്പോ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ബ്രിട്ടീഷ് നിയമം ചോദിച്ചാൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് എന്ന കാര്യം ഓർത്തു വെക്കണം. അപ്പോ ഇന്ത്യ സ്വതന്ത്രമായിട്ട് റിപ്പബ്ലിക് ആകുന്നത് വരെ ഇന്ത്യ രാജ്യം പിന്തുടർന്ന നിയമസംഹിത ചോദിച്ചാലും ഏത് തന്നെയാ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇനി താഴെ തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സവിശേഷതകൾ, ഇവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഒന്ന് 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭ, പിന്നെ 321 വിഭാഗങ്ങളും 10 പട്ടികകളും ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ എത്ര പാർട്ടുകളും പട്ടികകളും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എത്രയാ? 321 പാർട്ടുകളും 10 ഷെഡ്യൂളുകളും ഉണ്ടായിരുന്നു. ഓർത്തു വെച്ചോ, 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നു. അതുപോലെ 31 വിഭാഗങ്ങളും പാർട്ടുകളും 10 ഷെഡ്യൂളുകളും ഉണ്ടായിരുന്നു. കേന്ദ്രത്തിൽ ഒരു ദ്വിമണ്ഡല സഭയുണ്ട്. കേന്ദ്രത്തില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം കേന്ദ്രത്തിൽ ഒരു ദ്വിമണ്ഡല സഭയുണ്ട്. പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭയുണ്ട്. എത്ര? 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭയുണ്ട്. വേറെന്താ പറയുന്നത്? കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ചു നൽകി. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പോ ഈ 5 പോയിന്റുകൾ എന്തായാലും പഠിച്ചു വെക്കുക. എന്തായാലും ഒരു പ്രസ്താവനയായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എത്ര ഭാഗങ്ങൾ ഉണ്ടായിരുന്നു? 321 ഭാഗങ്ങൾ. എത്ര പട്ടികകളാ? 10 പട്ടികകൾ ഉണ്ടായിരുന്നു. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകള്, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ശരിയാണോ? ശരിയാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകള്, തൊഴിലാളികൾ എന്നിവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ച് നൽകിയിട്ടുണ്ട്. കേന്ദ്രത്തിൽ ഒരു ദ്വിമണ്ഡല സഭയുണ്ടായിരുന്നു. 6 പ്രവിശ്യകളിൽ എന്തായിരുന്നു? ദ്വിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നു. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭയെ കൂടാതെ 6 പ്രവിശ്യകളിൽ കൂടി എന്തായിരുന്നു? ദ്വിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നു. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഈ 5 ഫാക്ടുകളൊന്നും ജസ്റ്റ് ഓർത്തു വെക്കണം നിങ്ങൾ. ഇനി ഭരണഘടനാ നിർമ്മാണത്തിലേക്ക് 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യാനായിട്ട് ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കാരുടെ ഒരു നിയമസംഹിത. ഈ ലക്ഷ്യം മുൻനിർത്തിയിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. എവിടെയും ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ഏത് മിഷന്റെ സന്ദർശനത്തിന് ശേഷമാണെന്ന് ചോദിച്ചാൽ ക്യാബിനറ്റ് മിഷന്റെ സന്ദർശനത്തിന്റെ ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നത്. അപ്പോ 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യാനായിട്ട് ഇന്ത്യ സന്ദർശിച്ചത് ആരാന്ന് ചോദിച്ചാൽ ക്യാബിനറ്റ് മിഷനാണ്. അവരുടെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായിട്ട് ഒരു നിയമസംഹിത എന്നുള്ളത്. അത് മുൻനിർത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നത്. ഇനി ഇവിടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രത്യേകതകൾ ഇവിടെ തന്നിട്ടുണ്ട്. നോക്കാം എന്തൊക്കെയാ ഇവരുടെ സവിശേഷതകളാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളാണ്. 1, നിർമ്മാണ കാലയളവ്. അതായത് ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എടുത്ത കാലയളവ് എന്ന് പറയുന്നത് 2 വർഷം 11 മാസം 17 ദിവസം. SCRT പഠിച്ചു വെച്ചാൽ മതി. തൽക്കാലം നിങ്ങൾ നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ഭരണഘടന നിർമ്മിക്കാൻ എടുത്ത ടൈമാണ് പറയുന്നത് 2 വർഷം 11 മാസം 17 ദിവസം. ഭരണഘടനാ സമ്മേളനത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 6-ന്. 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്.
തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടന അംഗീകരിച്ചിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് എന്നാന്ന് ചോദിച്ചാൽ 1949 നവംബർ 26-നാണ്. 1949 നവംബർ 26-നാണ് എന്ത് ചെയ്യുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെക്കുന്നത്. ഭരണഘടന അംഗീകരിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 1949 നവംബർ 26-ന്. ആരംഗീകരിച്ചതാ പറയുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളിലെ അവർ അംഗീകരിച്ച ഡേറ്റ് ആണ് 1949 നവംബർ 26. പക്ഷേ ഭരണഘടന നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചാല് അത് 1950 ജനുവരി 26-നാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുന്നത്. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? PSC ഒത്തിരി തവണ ചോദിച്ചു. ആരാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ? BR അംബേദ്കർ ആണ്. ഇനി ഭരണഘടന നിർമ്മാണ കാലയളവ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എത്രയായിരുന്നു? 2 വർഷം 11 മാസം 17 ദിവസമാണ്. അപ്പൊ ഈ സവിശേഷതകൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്തു വെക്കണേ. ഇനി കുറ്റമറ്റ ഭരണഘടനക്കായിട്ട് BR അംബേദ്കറെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ്. ലോകത്തിൽ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടനയെന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്കുണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി. മറ്റ് രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ഇന്ത്യക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ടാണ് വിദേശ ഭരണഘടനകളിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടുന്നൊക്കെ ക്വസ്റ്റ്യൻ വരാം. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിയമനിർമ്മാണ സഭയ്ക്കുണ്ടായിരുന്നു. ഇത് മാനിച്ചുകൊണ്ട് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള BR അംബേദ്കറെ ഏകദേശം എത്ര രാജ്യങ്ങളിലാ പറയുന്നത്? ഏകദേശം 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? വിശദ പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? അതിലുള്ള നല്ല വശങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാരാ? BR അംബേദ്കർ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏതാ? നമ്മുടേതാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഏതാ? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിന്റെ? നമ്മുടെ രാജ്യത്തിന്റെയാണ്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടനയില് 22 ഭാഗങ്ങളും. അപ്പം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എത്ര ഭാഗങ്ങൾ ഉണ്ടായിരുന്നു? 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. ഇനി അറിയുന്ന ആളുകൾ നിലവിൽ എത്ര ഭാഗമുണ്ട്, എത്ര അനുച്ഛേദമുണ്ട്, എത്ര പട്ടികയുണ്ട് ഒന്ന് കമന്റ് ചെയ്യാവോ? അറിയാത്ത ആളുകൾ കൂടി പഠിക്കാലോ അത്. അപ്പോ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എത്ര ഭാഗങ്ങൾ ഉണ്ടായിരുന്നു? 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ, അത് പഠിക്കാം. എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ? ഒന്ന്, പാർലമെന്ററി ജനാധിപത്യ ഭരണം. ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സവിശേഷതയാണ് ഇത് പാർലമെന്ററി ജനാധിപത്യ ഭരണം. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. അതാണ് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഒരു ഭരണം സവിശേഷത എന്ന് പറയുന്നത്. പിന്നെന്താ? ജനങ്ങളുടെ പരമാധികാരം. രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് എവിടുന്ന? ജനങ്ങളിൽ നിന്നാണ്. രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് എവിടുന്ന? ജനങ്ങളിൽ നിന്നാണ്. അപ്പം ഒന്നാമത്തെ പ്രത്യേകത എന്തായിരുന്നു പറഞ്ഞത്? പാർലമെന്ററി ജനാധിപത്യ ഭരണം. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുന്നു. 2, ജനങ്ങളുടെ പരമാധികാരം. രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് എവിടുന്ന? ജനങ്ങളിൽ നിന്നാണ്. ഇനി മൗലിക അവകാശങ്ങൾ. നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അല്ലെങ്കിൽ സവിശേഷതയാണ് ഇത് മൗലിക അവകാശങ്ങൾ. അല്ലെ, ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. അതാണ് ഇത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളാണ് ഇത് മൗലിക അവകാശങ്ങൾ. വേറൊന്നാണ് മൗലിക കടമകള്. ഓരോ വ്യക്തിക്കും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഇത് മൗലിക കടമകൾ എന്ന് പറയുന്നത്. ഇനി മാർഗനിർദ്ദേശക തത്വങ്ങള്. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്താനായിട്ട് രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് ഇത് നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. സാമൂഹിക അവകാശങ്ങൾ ഉറപ്പുവരുത്താനായിട്ട് രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നാണ്. ഇനി നിയമവാഴ്ച. എല്ലാ പൗരനും നിയമത്തിന് വിധേയരാണ്. ആരും എന്തല്ല? നിയമത്തിന് അതീതരല്ല.
എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയരാണ്, ആരും എന്തല്ല നിയമത്തിന് അതീതരല്ല. അതാണ് എന്ത് നിയമ വാഴ്ച എന്ന് പറയുന്നത്. ഇനി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും, നിശ്ചിത പ്രായം പൂർത്തിയായ എത്രയാ നിലവിൽ 18 വയസ്സല്ലേ, 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും എന്തുണ്ട് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇനി സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം അല്ലെ, സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ എന്നുള്ളത് എന്താണ് ശരിയാണ്. ഇനി ഫെഡറലിസം, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതിലൊന്നാണ് ഫെഡറലിസം. അധികാരം എന്ത് ചെയ്തിട്ടുണ്ട് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഇത് ഫെഡറലിസം എന്ന് പറയുന്നത്. ഇനി ഏക പൗരത്വം. രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്കായിട്ട് പ്രത്യേക പൗരത്വമൊന്നുമില്ല. ഇന്ത്യ ഇത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നല്ലേ അറിയപ്പെടുന്നത് അല്ലെ. അപ്പോ ഇന്ത്യ രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ, വേറെന്തില്ല, സംസ്ഥാനങ്ങൾക്കായിട്ട് പ്രത്യേക പൗരത്വമൊന്നുമില്ല. അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം ഏതൊക്കെയാന്നുള്ളത്. ഇന്ത്യയുടെ ഭരണഘടനയുടെ സവിശേഷതകളാണ്. ഒന്ന് പാർലമെന്ററി ജനാധിപത്യ ഭരണം, പിന്നെ ജനങ്ങളുടെ പരമാധികാരം, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ, ഫെഡറലിസം, ഏക പൗരത്വം. ഇതൊക്കെ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ്. നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ SRT തന്നെയുള്ളതാണ്. സർക്കാരുകളുടെ എന്താ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അവയിൽ നിന്ന് ശരിയായവക്ക് നേരെ ഇവിടെ സ്മൈലി ഇടാണ്. നമ്മൾ എന്ത് ചെയ്യും, ശരിയായവക്ക് നേരെ ശരിയിടും, തെറ്റിന് നേരെ തെറ്റിടും എന്നിവ വരച്ചു ചേർക്കാം കേട്ടോ. സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത്. ശരിയാണോ? സർക്കാരുകളുടെ കീഴിലാണോ നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത്? തെറ്റാണ്. നമ്മൾ എന്താ ഇവിടെ തൊട്ടുമ്പോ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചവിടെ? സ്വതന്ത്രവും നിഷ്പക്ഷവുമായുള്ള നീതിന്യായ വ്യവസ്ഥ, നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിലും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. അപ്പൊ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? സർക്കാരുകളുടെ കീഴിലാണ് അത്രയും നമ്മുടെ കോടതികൾ. അപ്പൊ അത് തെറ്റല്ലേ? അപ്പൊ അത് തെറ്റാണ്. 2, സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായിട്ട് ചില അധികാരങ്ങളുണ്ട്. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായിട്ട് എന്തുണ്ട്? ചില അവകാശങ്ങളുണ്ട്. അത് ശരിയല്ലേ? രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഫെഡറലിസം അല്ലെ, അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഇത് ഫെഡറലിസം. അപ്പൊ രണ്ടുപേർക്കും എന്തുണ്ട്? ചില പ്രത്യേകമായിട്ടുള്ള അധികാരങ്ങളുണ്ട്. അത് ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനി എന്താ? 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും എന്തുണ്ട്? വോട്ടവകാശമുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. ആരും നിയമത്തിന് അതീതരല്ല. നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? നിയമവീഴ്ച അല്ലെ. എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയരാണ്, ആരും നിയമത്തിന് അതീതരല്ല. അപ്പൊ അത് ശരിയല്ലേ? അപ്പൊ അത് ശരിയാണ്. ആരും എന്തല്ല? നിയമത്തിന് അതീതരല്ല. ഇനി ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാകും. തെറ്റ്. നമ്മൾ പഠിച്ചു ഏതാ? ഇന്ത്യയിൽ ഏക പൗരത്വമാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് എന്തേ ഉള്ളൂ? ഏക പൗരത്വം മാറ്റില്ലേ. രാജ്യത്തിന് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ. സംസ്ഥാനങ്ങൾക്കായിട്ട് എന്തില്ല? പ്രത്യേക പൗരത്വമില്ല. ഇനി ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ. വളരെ ശരിയാണ്. ജനാധിപത്യത്തിൽ ആരാ പരമാധികാരികൾ? ജനങ്ങളാണ്. അവകാശങ്ങൾ ഉള്ളതുപോലെ തന്നെ നമുക്ക് കടമകളുമുണ്ട്. അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് എന്തുണ്ട്? മൗലിക കടമകളുണ്ട് അല്ലെ. ഇനി നമ്മുടെ ഭരണാധികാരികൾക്കുമേൽ ആരും നിയന്ത്രണമില്ല. നമ്മുടെ ഭരണാധികാരികൾക്കുമേൽ ആരും നിയന്ത്രണമില്ല. ശരിയാണോ? ഇത് ശരിയാണോ തെറ്റാണോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. എന്തായിരുന്നു? നമ്മുടെ ഭരണാധികാരികൾക്കുമേൽ ആരും നിയന്ത്രണമില്ല. ശരിയാണോ? തെറ്റാണ്. നമ്മുടെ ഫസ്റ്റ് പഠിച്ച പോയിന്റ് എന്തായിരുന്നു? നോക്കിയാ ഫസ്റ്റ് പഠിച്ച പോയിന്റ് എന്താ? പാർലമെന്ററി ജനാധിപത്യ ഭരണം. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. രാജ്യത്തെ ഭരണാധികാരികളെ ആര് നിയന്ത്രിക്കുന്നുണ്ട്? നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത എക്സാമുകളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പൊ പഠിച്ചു വെച്ചോ. സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത്. ശരിയാണോ? തെറ്റാണ്. അല്ലെ. നിഷ്പക്ഷമായിട്ട് ആർക്ക് പ്രവർത്തിക്കാം? കോടതികൾക്ക് പ്രവർത്തിക്കാം. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായിട്ട് ചില അധികാരങ്ങളുണ്ട്. ശരിയാണ്. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. ഇന്ത്യയിൽ ഏക പൗരത്വമാണ് നിലനിൽക്കുന്നത്. ജനാധിപത്യത്തിൽ ആരാ പരമാധികാരികള്? ജനങ്ങളാണ്. നമുക്ക് മൗലിക അവകാശങ്ങൾ ഉള്ളതുപോലെ തന്നെ നമുക്ക് എന്തുമുണ്ട്? മൗലിക കടമകളുമുണ്ട്. നമ്മുടെ ഭരണാധികാരികൾക്കുമേൽ ആരും നിയന്ത്രണമില്ല. ശരിയാണോ? തെറ്റാണ്. ആരാളത്? പാർലമെന്ററി ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതുകൊണ്ട് ഭരണാധികാരികൾക്ക് മേൽ എന്തുണ്ട്? ഒരു പിടിവള്ളിയുണ്ട്. അപ്പോൾ നിയന്ത്രണമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. ഇനി നിയമങ്ങളുടെ ഉറവിടം.
നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമസംഹിതയാണ്. നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിന്റെ എന്താണ്? ഒരു അടിസ്ഥാന നിയമസംഹിതയാണ്. ഭരണഘടന വ്യവസ്ഥകൾക്കനുസൃതമായിട്ട് മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും ഒരു നിയമം നിർമ്മിക്കുന്നുണ്ടെങ്കിൽ എന്തേ പറ്റുള്ളൂ? ഭരണഘടനാ വ്യവസ്ഥകൾക്കനുസൃതമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിയമം നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ചിട്ടുണ്ട്. സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും അത് നടപ്പിലാക്കാനും കഴിയാനുള്ള ഒരു അതിര് ആര് നിർമ്മിച്ചിട്ടുണ്ട്? ഭരണഘടന നിർവചിച്ചിട്ടുണ്ട്. നിയമത്തിന്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്കുള്ളത്. എങ്ങനെയൊക്കെയാ പറഞ്ഞത്? നിയമത്തിന്റെ വ്യവസ്ഥ എന്ന നിലയിലും അതുപോലെ സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഇതിനുള്ളത്? ഭരണഘടനയ്ക്കുള്ളത്. ഇനി കുറച്ച് നിയമങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ട് നിർമ്മിക്കപ്പെട്ട നിയമങ്ങളാണെന്നാ പറയുന്നത്. ഏതൊക്കെയാ? ഒന്ന്, വനം വന്യജീവി സംരക്ഷണ നിയമം, ദേശീയ സുരക്ഷാ നിയമം, ബാലവേല നിരോധന നിയമം, ദുരന്ത നിവാരണ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം, ഭൂപരിഷ്കരണ നിയമം, വിവരാവകാശ നിയമം, ബാലനീതി നിയമം, തൊഴിൽ നിയമം, അഴിമതി നിരോധന നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം. ഇതൊക്കെ എന്താണ്? എല്ലാ നിയമങ്ങളും ഭരണഘടനയ്ക്കനുസൃതമായിട്ട് നിയമിക്കപ്പെട്ടവയാണ്. അപ്പോ ഈ നിയമങ്ങളൊക്കെ എന്താണ്? ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളാണ്, അല്ലെങ്കിൽ ഭരണഘടന നിർദ്ദേശം അനുസരിച്ചിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളാണ്. ഇനി ഇതാ നമ്മള് യൂണിഫോം ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് എന്തായാലും ഉപകാരപ്പെടും. നമ്മുടെ ഈ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാനുള്ള നിയമം 2012, അതായത് പോക്സോ ആക്ട് അല്ലെ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012. ഇത് മസ്റ്റ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിലൊക്കെ ഇനി വരാൻ സാധ്യതയുണ്ട്. കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കാനും വേണ്ടിയിട്ട് 1989 ഓർത്തു വെച്ചോ, 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി. അപ്പൊ വർഷം ചോദിക്കാം, ഏത് വർഷ കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത്? 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളിനെയും കുട്ടിയായിട്ട് നിയമം പരിഗണിക്കുന്നു. ഇവിടെ പെണ്ണെന്നില്ല, പെണ്ണെന്ന കാര്യമേ മറന്നു വെക്കുക, കുട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോ പോക്സോ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളിനെയും കുട്ടിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പോക്സോ ആക്ട് പ്രകാരം നിയമം പരിഗണിക്കുന്നുണ്ട്. അപ്പം പോക്സോ ആക്ട് പെൺകുട്ടികൾക്ക് മാത്രമല്ല കുട്ടികൾക്കാണ്. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാൾക്കും എന്തുണ്ട്? ഈ പോക്സോ ആക്ട് പ്രകാരം കേസെടുക്കാൻ കഴിയും. അപ്പോൾ പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാ? 2012 എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പൊ ഈ നിയമത്തെ കുറിച്ച് ജസ്റ്റ് നമ്മൾ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഭയരഹിതവും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കാൻ ഓരോ കുട്ടികൾക്കും അവകാശമുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയാൻ കഴിയണം. ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം. ഈ വകുപ്പ് ഓർത്തുവെച്ചോ, അടുത്ത എക്സാമുകൾ ചോദിക്കാനുള്ള വകുപ്പാണ്. അപ്പോൾ ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഏത് വകുപ്പ് പ്രകാരം? വകുപ്പ് 19 പ്രകാരമാണ്. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ അല്ലെങ്കിൽ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പൊ ആർക്കൊക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം അല്ലെ? ലൈംഗിക അതിക്രമ കേസുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഏത് വകുപ്പ് പ്രകാരം? വകുപ്പ് 19 പ്രകാരമാണ്. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് അല്ലെങ്കിൽ ലോക്കൽ പോലീസോ ആണ് നിയമത്തിൽ വിവരിക്കുന്നുണ്ട്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്ന് അറിയപ്പെടുന്നു. അപ്പോ പിന്നെ എന്താ പറഞ്ഞത്? പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അറിയപ്പെടുന്നത് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ്. ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് അറിയപ്പെടുന്നത്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഈ വകുപ്പ് ഓർത്തു വെച്ചോ നിങ്ങള്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇനി പോക്സോ കേസുകൾ കുറ്റകൃത്യത്തിന് ഏതൊരു വ്യക്തിയും കഠിന ശിക്ഷ ഈ വ്യവസ്ഥ
ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇനി ഇതില് ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാന്ന് കൊടുത്തിട്ടുണ്ട്, നോക്കിയാലോ. നിയമത്തിന്റെ വ്യവസ്ഥ, സ്രോതസ് എന്നതിനു പുറമെ മറ്റേതെല്ലാം ധർമ്മങ്ങളാണ് ഭരണഘടന നിർവഹിക്കുന്നത് എന്ന് പരിശോധിക്കാം. ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചേരാം. ഏതൊക്കെയാ ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന്, പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. പിന്നെ രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. പിന്നെ രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കപ്പെടുന്നു. പിന്നെ രാജ്യത്തിന്റെ ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായിട്ട് നിലകൊള്ളുന്നു. ഏത്? ഭരണഘടന. പിന്നെ സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായിട്ട് വർത്തിക്കുന്നു. ഈ പോയിന്റുകളൊക്കെ ഓർത്തു നോക്കണം. നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ തന്നേക്കാം. തന്നിരിക്കുന്നതിൽ ഭരണഘടനയുടെ ധർമ്മങ്ങൾ ഏതൊക്കെയാണ് ഒന്നുകൂടി പറയാം. ഒന്ന്, പൗരാവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. പിന്നെ നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായിട്ട് നിലകൊള്ളുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിയോഗത്തിനും എതിരായിക്കൊണ്ട് സംരക്ഷണ കവചമായിട്ട് വർത്തിക്കുന്നു. ഇതാണ് ഏത്? ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മാറ്റിയും തിരുത്തിയും മുന്നോട്ട് ചിത്രം പരിശോധിച്ച് തന്നിരിക്കുന്നതിൽ നിന്ന് ഉത്തരം കണ്ടെത്തുക. ഇതൊരു പിക്ചർ തന്നിട്ടുണ്ട്, സൂം ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഭേദഗതി 1 1951 പട്ടികകളുടെ എണ്ണം 9 അതായത് നമ്മുടെ ഭരണഘടനയിൽ നടക്കുന്ന കാലാനുസൃതമായിട്ട് നടക്കുന്ന ഭേദഗതികളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പിക്ചർ അവിടെ നൽകിയിരിക്കുന്നു. ഒന്നാമത്തെ ഭേദഗതി 1951 പട്ടികകളുടെ എണ്ണം 9 പിന്നെ പ്രധാനപ്പെട്ട കുറച്ച് ഭേദഗതിയും കൊടുത്തിട്ടുണ്ട്. അതായത് ഭേദഗതി 42 1976 മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. നമ്മൾ ആമുഖം പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 42ാം ഭേദഗതിയിൽ 1976 നടന്ന ഭേദഗതിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. പിന്നെ 44ാം ഭേദഗതി 1978 44ാം ഭേദഗതി നടന്ന വർഷമാണ് 1978. സ്വത്തവകാശം എന്ത് ചെയ്തു? മൗലികാവകാശം അല്ലാതെയായിട്ട് മാറിയത് 44ാം ഭേദഗതി പ്രകാരമാണ്. പിന്നെ 73ഉം 74ഉം ഭേദഗതി, അതായത് പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം നിലവിൽ വന്ന ഭേദഗതി ഏതായിരുന്നു? 73, 74 ഭേദഗതിയായിരുന്നു. വർഷം ഏതാ? 1992 പിന്നെ 86ാം ഭേദഗതി 2002 വിദ്യാഭ്യാസം എന്ത് ചെയ്തു? മൗലിക അവകാശമായിട്ട് മാറിയത് 86ാം ഭേദഗതി പ്രകാരമായിരുന്നു. പിന്നെ 101ാമത്തെ ഭേദഗതി 2016 നടന്ന GST ചരക്ക് സേവന നികുതി കൊണ്ടുവന്നത് 101ാം ഭേദഗതി പ്രകാരമായിരുന്നു. അടുത്തത് ഇത് അവസാനമായിട്ടൊരു ചോദ്യം ചോദിച്ചു. ഏറ്റവും അവസാനത്തെ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് ഇവിടെ എഴുതുക. ഏതാ ഏറ്റവും അവസാനമായിട്ട് നടന്ന ഭേദഗതി എന്ന് പറയുന്നത്? 106ാമത്തെ ഭേദഗതിയാണ് ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ നടത്തിയ ഭേദഗതി എന്ന് പറയുന്നത്. നമ്മുടെ പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല് കൂടിയായിരുന്നു ആ ഭേദഗതി എന്ന് പറയുന്നത് അല്ലെ. നാരി ശക്തൻ വന്ദൻ അധിനിയം എന്ന് പറയുന്ന നമ്മുടെ സ്ത്രീകൾക്ക് സംവരണം നമ്മുടെ സംസ്ഥാന നിയമസഭയിലേക്കും അതുപോലെ ലോക്സഭയിലേക്കും വനിതകൾക്ക് 33% സംവരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന നിയമമായിരുന്നു ഇത് 107ാമത്തെ അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. അത് നിലവിൽ വന്നിരിക്കുകയാണല്ലേ. 15 വർഷത്തേക്ക് പിന്നെ 33% സംവരണം കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ 107ാമത്തെ ഭേദഗതിയാണ് നിലവിൽ ഏറ്റവും അവസാനമായിട്ട് നടന്ന ഭേദഗതി എന്ന് പറയുന്നത്. ഇനി 1976 ഏതൊക്കെ ആശയങ്ങളാണ് ഭരണഘടനയിൽ പുതുതായിട്ട് കൂട്ടിച്ചേർത്തത്? ഭരണഘടനയിൽ 1976 ഏതൊക്കെ ആശയങ്ങളാണ് കൂട്ടിച്ചേർത്തത്? നമുക്കറിയാം, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്ന ഭേദഗതിയാണ് ഇത് 1976 നടന്ന
42ാമത്തെ ഭേദഗതി എന്ന് പറയുന്നത് അല്ലെ. 42ാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം എന്ന് ചോദിച്ചാൽ ഏതാ? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? 42ാമത്തെ ഭേദഗതി ചെയ്യുന്നത് അല്ലെ. ഭരണഘടനയുടെ ആമുഖത്തിൽ നമ്മൾ ആമുഖം പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയായിരുന്നു? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർക്കുന്ന ഏതാ? 1976 42ാം ഭേദഗതി പ്രകാരമാണ്. ഇതിന്റെ ആൻസർ ആണ് പറയുന്നത്. 42ാം ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്തത്? ആമുഖത്തില് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന 3 വാക്കുകൾ എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. അതുപോലെ 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് ഏതിലാ? 76 42ാം ഭേദഗതി പ്രകാരമാണ് അല്ലെ. അത് പ്രകാരം എന്ത് ചെയ്തു? ഭാഗം 4A അതുപോലെ ആർട്ടിക്കിൾ 51A കൂട്ടിച്ചേർക്കുന്നത് ഏതിലാ? 76 42ാം ഭേദഗതി പ്രകാരമാട്ടോ. ഏതൊക്കെയാ? ഭാഗം 4A ആർട്ടിക്കിൾ 51A കൂട്ടിച്ചേർക്കുന്നത് 42ാം ഭേദഗതി പ്രകാരമാണ്. അതുപോലെ ഓർത്തു വെക്കുക, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 14A കൂട്ടിച്ചേർത്തത് ഈ ഭേദഗതിയിലൂടെയാണ്. അതുപോലെ മന്ത്രിസഭ നൽകുന്ന ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്തതും 76 ഭേദഗതിയിലൂടെയാണ്. അതുപോലെ 5 വർഷത്തിൽ നിന്ന് 6 വർഷത്തേക്ക് നമ്മുടെ സംസ്ഥാന അസംബ്ലി ഉണ്ടല്ലോ, സംസ്ഥാന അസംബ്ലിയും അതുപോലെ ലോക്സഭയുടെയും കാലാവധി ആദ്യം എത്രയായിരുന്നു? 5 വർഷത്തിൽ നിന്ന് എന്ത് ചെയ്തു? 6 വർഷമാക്കിയത് ഈ 42ാം ഭേദഗതിയിലൂടെയാണ്. പിന്നീട് 44ാം ഭേദഗതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്നത്തെ അതേ അവസ്ഥ, അതായത് ലോക്സഭയുടെയും പിന്നെ നമ്മുടെ സംസ്ഥാന നിയമസഭയുടെയൊക്കെ കാലാവധി എന്ത് ചെയ്തു? തിരിച്ച് 5 വർഷത്തിലേക്ക് തന്നെ കൊണ്ടുവന്നു. എങ്ങാനും ചോദിക്കുകയാണ് ലോക്സഭയുടെയും സംസ്ഥാന അസംബ്ലിയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കി ഉയർത്തിയ ഭേദഗതി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതണം അത് 42ാം ഭേദഗതിയാണ് 76 നടന്നത്. പിന്നീട് 44ാം ഭേദഗതി പ്രകാരം പിന്നെ തിരിച്ച് തന്നെ എന്ത് ചെയ്തു? 6 വർഷം എന്നുള്ളത് മാറ്റിയിട്ട് 5 വർഷമാക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എഴുതിയാൽ മതി. പിന്നെ ഏറ്റവും ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും മസ്റ്റ് ആയിട്ട് ഒരു 76 സംഭവം നടന്നത് 5 വിഷയങ്ങൾ എന്ത് ചെയ്തു? സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയതും ഏത് തന്നെയാ? 76 ഭേദഗതിയാണ്. 42ാം ഭേദഗതി പ്രകാരം ഏതൊക്കെയായിരുന്നു? 1 വിദ്യാഭ്യാസം, 2 വനം, 3 അളവ് തൂക്കം, 4 നീതിന്യായ ഭരണം, 5 വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ സംരക്ഷണം. ഈ 5 കാര്യങ്ങൾ എന്ത് ചെയ്തു? കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ, സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയതും ഏതാ? 76 42ാം ഭേദഗതി പ്രകാരമാണ്. ഇനി ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാ? 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. ഇനി ഭരണഘടനയിൽ ആദ്യമായിട്ട് വരുത്തിയ മാറ്റം എന്താണ്? 1ാം ഭേദഗതി നടന്ന വർഷം എന്ന് പറയുന്നത് 1951 അന്ന് സമയത്ത് 1951 ആരായിരുന്നു പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പ്രസിഡന്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാ? രാജേന്ദ്ര പ്രസാദ് ആണ്. എന്താ ചെയ്തത്? 1ാമത്തെ ഭേദഗതിയിൽ 9ാമത്തെ പട്ടിക കൂട്ടിച്ചേർത്തത് 1ാം ഭേദഗതിയിലൂടെയാണ്. അതുപോലെ അടിയന്തരാവസ്ഥ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്യുന്നതും ഇത് തന്നെയാ? 1ാം ഭേദഗതിയിലൂടെയായിരുന്നു. ഇനി അടുത്ത എന്താ പറയുന്നത്? രാജ്യത്ത് സ്വത്തവകാശം എത്ര കാലം മൗലിക അവകാശമായിട്ട് നിലനിന്നു? എത്ര വർഷകാല? നമുക്കറിയാം സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്നത് ഏത് ഭേദഗതി പ്രകാര? 44ാം ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശത്തെ എന്ത് ചെയ്യുന്നത്? മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് എന്നാ? 50 ജനുവരി 26 അല്ലെ. അപ്പൊ ഏകദേശം എത്രയാ? 50 മുതൽ 78 വരെ എത്ര വർഷം? 28 വർഷകാലത്തോളം സ്വത്തവകാശം എന്തായിരുന്നു? മൗലിക അവകാശമായിരുന്നു. ഇനി ഇന്ത്യയില് വിദ്യാഭ്യാസം മൗലികാവകാശമാണോ എന്ന് മുതൽ ഇന്ത്യയിൽ വിദ്യാഭ്യാസം എന്താണ്? മൗലികാവകാശമാണ് എന്ന് മുതൽ 2002 മുതൽ എന്താണ്? മൗലികാവകാശം അല്ലെ. 86ാം ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസം എന്ത് ചെയ്യുന്നത്? മൗലികാവകാശമായിട്ട് മാറുന്നത്. ഈ 86ാം ഭേദഗതി നടന്ന വർഷം എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ ഏതാ വർഷം? 2002 അല്ലെ. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയിട്ട് മാറ്റിയ ഭരണഘടനാ ഭേദഗതി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 86ാമത്തെ ഭേദഗതിയാണ്. വർഷം ചോദിച്ചാൽ ഏതാ? 2002 കാര്യം ഓർത്തു വെക്കുക. ഇനി ഇതുവരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്? എത്ര തവണ ഭേദഗതി ചെയ്തു? നമ്മൾ പറഞ്ഞു 106 അല്ലെ. 106ാമത്തെ ഭേദഗതിയാണ് ഏറ്റവും അവസാനമായിട്ട് നടന്നത്. അതിനൊരു പേരുണ്ട്, എന്താ? നാരി ശക്തൻ വന്ദൻ അധിനിയം എന്നാണ്.
ഇനി കാലാനുസൃതമായിട്ട് മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഇത് ഭരണഘടനാ ഭേദഗതി എന്ന് അറിയപ്പെടുന്നത്. എങ്ങനെയൊക്കെയാണ് ഭേദഗതികൾ വരുത്താമെന്ന് ഭരണഘടന തന്നെ വിശദീകരിക്കുന്നുണ്ട്. അപ്പം ഭരണഘടനയിൽ എന്ത് ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെ ഭരണഘടന ഭേദഗതി ചെയ്യാമെന്ന് വിശദീകരിക്കുന്നുണ്ട്. ഏത് വകുപ്പ് പ്രകാരം? ആർട്ടിക്കിൾ 368 വകുപ്പ് പ്രകാരമാണ് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് നൽകുന്നത്. അപ്പോ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ 368 ആണ് എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി അടിത്തറ ഇളകരുത് എന്താ? 1973 കാസർഗോഡ് എടനീർ മഠത്തിന്റെ അധിപനായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിക്കുന്നത്. ഇത് മസ്റ്റ് ആയിട്ടും പഠിച്ചു വെച്ചോ നിങ്ങള്. ഭരണഘടനയുടെ അടിത്തറയിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല എന്ന് വിധിച്ച കേസ് ഏതാന്ന് ചോദിച്ചാൽ ഏതാ? 1973 കേശവാനന്ദ ഭാരതി കേസാണെന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി വിദ്യാഭ്യാസം മൗലികാവകാശം. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കപ്പെട്ടത് 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഈ വ്യവസ്ഥയിൽ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21A ചേർത്തിട്ടുണ്ട്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009 എന്ന് പറയുന്നത്. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് ഇത് പ്രസ്തുത നിയമം എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ ചെറിയ തിരുത്തി പഠിക്കേണ്ടതാണെന്ന് തോന്നുന്നു. പക്ഷെ എല്ലാ സ്ഥലത്തും കാണുന്നത് ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിയമം നിലവിൽ വന്നതെന്നാ പറയുന്നത്. പക്ഷെ അത് തെറ്റാട്ടോ. 2009 അല്ല, 2010 ഏപ്രിൽ 1 കേട്ടോ. 2010 ഏപ്രിൽ 1 എന്ത് ചെയ്യുന്നത്? വിദ്യാഭ്യാസ അവകാശം നിലവിൽ വരുന്നത് കേട്ടോ. ഈ ഒരു കാര്യം തെറ്റാവാനാണ് സാധ്യത. നമ്മൾ ഇതുവരെ PSC ആൻസർ കൊടുത്തു കഴിഞ്ഞതാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചാൽ 2010 ഏപ്രിൽ 1 ഇവിടെ കൊടുത്തിരിക്കുന്ന 2009 ഓഗസ്റ്റ് 4 എന്നുള്ളത് തെറ്റാട്ടോ. എന്തായാലും അപ്പൊ ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചോ. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമായിട്ട് മാറ്റം വരുത്തിയ ഭരണഘടനാ ഭേദഗതി ചോദിക്കാന്നുണ്ടെങ്കിൽ 86ാമത്തെ ഭേദഗതി 2002 വിദ്യാഭ്യാസം മൗലികാവകാശമായ സമയത്ത് ഭരണഘടനയിൽ കൂടിച്ചേർത്ത അനുച്ഛേദമാണ് ഇത് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾ 21A ചുവട് പിടിച്ചുകൊണ്ട് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ഏതെന്ന് പറയുന്നത്? വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന് പറയുന്നത്. ഈ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചാൽ 2010 ഏപ്രിൽ 1 കേട്ടോ. 2010 ഏപ്രിൽ 1 എന്ന കാര്യം ഓർത്തു വെക്കണേ നിങ്ങൾ. ഇനി ചെറു ഭരണഘടന 1976 42ാം ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർക്കുന്നത്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ ചെറു ഭരണഘടന എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ചോദിക്കാം, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ ഏതാ? 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പോ ഇത്രയും കാര്യങ്ങളാട്ടോ നമ്മുടെ ഈ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന് പറയുന്ന ഈ 3ാമത്തെ ചാപ്റ്ററിൽ ഏകദേശം നമുക്ക് നോക്കാനുള്ളത്. ഏകദേശം ഭരണഘടനയുമായി ബന്ധപ്പെട്ട എല്ലാ ബേസിക് കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വേറൊരു ചാപ്റ്ററായിട്ട് നമുക്ക് വേറെ വീഡിയോ കാണാം കേട്ടോ.